നമ്മുടെ ക്രിസ്മസിൻ്റെ വരവായി. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വളരെ ലിമിറ്റഡ് സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ ടേബിളിൽ വെക്കാൻ പറ്റിയ ഒരു ക്രിസ്മസ് ട്രീ എന്ന് തന്നെ പറയാം, ഒരു വെറൈറ്റി ടൈപ്പ്. അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ പേര് ലിസി കോരാക്കോടിയാട്ട്. ഇക്കോബ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നോർമൽ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യുന്ന മാല കൊണ്ടുള്ള ഇത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. ആക്ച്വലി ഇത് ഞാൻ ആൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് കാണിച്ചു തരുന്നില്ല. പിന്നെ അടുത്തത് എല്ലാം ഇത് തന്നെയാണ്, വേറെ വേറെ ഐറ്റംസ് കൊണ്ട് ചെയ്തേക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാൻ സ്വെറ്ററിൻ്റെ തുന്നുന്ന നൂല് കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ജൂട്ടിൻ്റെ ചണച്ചരട് കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അത് പല ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡെമോയുടെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. ഇത് ചാർട്ട് പേപ്പറിൻ്റെ കൊണ്ട് ഞാനൊരു കോൺ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കോൺ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. അങ്ങനെ ഞാനൊരു കോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കിട്ടും, മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. ഫെവിക്കോള് വേണം. പിന്നെ നമ്മുടെ ഈ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ലേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇതും എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് നന്നായിട്ട് ഇത് ഉണ്ടാക്കി വെക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് വീട്ടിലാരെങ്കിലും വരുമ്പോൾ നമുക്കിത് ഇത് എവിടെ നിന്നാണ്, ആരാ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. ആദ്യം നമുക്ക് ഈ കോണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോള് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഊളുണ്ടല്ലോ ഈ സ്വെറ്ററിൻ്റെ, അത് നമുക്ക് ചെറുതായിട്ട് ഇവിടെ പിടിപ്പിച്ച് നേരെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് താഴോട്ട് നമുക്കിത് ചുറ്റി കൊടുക്കാം. പ്രോസസ്സെല്ലാം ഇത് തന്നെയാണ്. മാലയാണെങ്കിലും ഈ ചണത്തിൻ്റെ ജൂട്ടിൻ്റെ നൂലാണെങ്കിലും എല്ലാം പ്രോസസ്സ് ഇത് തന്നെയാണ്. ഇത് പതുക്കെ കറക്കി നമുക്കിത് ഫുള്ള് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. പിന്നീട് നമുക്കിത് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മേളിൽ മാത്രം ഇച്ചിരി ഗം പുരട്ടി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിൽ അത് തീരുന്ന ആ ഒരു എൻഡ് പോർഷനിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ ഫൈനൽ ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വരെ ഇത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കുറച്ച് ഗം എടുത്ത് നമുക്കിത് ഒന്ന് ഒട്ടിച്ചതിന് ക്ലിയർ ആക്കാം. എന്ത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റി, കണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. ഇനിയും നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ റെഡ് കളർ വെച്ച് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ലേസാണ്. ലേസ് ഞാൻ ചെറുതായിട്ട് ഗമ്മിൽ തന്നെയാണ് പുരട്ടി ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു കുറേശ്ശെ വെച്ച് നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ലാസ്റ്റ് പോർഷൻ, ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഭാഗത്ത് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നടുക്കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗം തേച്ച് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ക്രിസ്മസ് കാലത്ത് എല്ലാവരും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എല്ലാം വെക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മളുടെ ടേപ്പുകൾ ഞാനെല്ലാം ലേസ്
ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. ലേസെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലവർ എടുത്ത് ഇച്ചിരി ഗം പുരട്ടി അതുകൂടെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. കണ്ടോ? ഇതുപോലെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒത്തിരി എളുപ്പമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളുടെ ക്രിസ്മസ് ട്രീ സെൻറ്റർ ടേബിളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഡെമോയാണ് ഞാൻ കാണിച്ചത്. ഇനി ഇത് നമ്മുടെ എല്ലാവരും കുടിക്കുന്ന ഒരു പെപ്സിയുടെ ബോട്ടിൽ എടുക്കുക, അതിലോട്ട് ഇത് ഇറക്കി വെക്കുക. സൂപ്പറല്ലേ? എങ്ങനെ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു ചെറിയ ബെൽ ഐക്കണുണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.